അപ്പോൾ ആരെങ്കിലും വരുമായിരിക്കും. ചേച്ചി 500 രൂപ വേണോ? 500 രൂപയോ? ആ ചേച്ചി 500 രൂപ തരാം. ഈ വെള്ളം നിറച്ച ബലൂൺ അവിടുന്ന് വരണ ഒരാളെ ദേഹത്തേക്ക് എറിഞ്ഞാൽ മതി. ആരുടെ ദേഹത്തേക്ക്? ആരെങ്കിലും വരും, അവർക്കിട്ട് എറിഞ്ഞാൽ മതി. ഞങ്ങളൊരു പ്രാങ്ക് വീഡിയോ എടുക്കാൻ വന്നാണ്. എറിയുമ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. സംഭവം കൊള്ളാം. പക്ഷെ വെള്ളമൊക്കെ വെച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആളെന്നെ ചീത്ത പറയൂലേ? പിന്നെ ചീത്തയൊക്കെ പറയും. അത് കേൾക്കാൻ ഈ 500 രൂപ. സംഭവം കൊള്ളാം. എനിക്കിതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെ ഒന്നും നോക്കണ്ട, ധൈര്യം എറിഞ്ഞോ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? സോറി ചേട്ടാ. എന്ത് സോറി? നിങ്ങൾക്ക് വട്ടാണ് ചേട്ടാ. അത് നിങ്ങൾക്കറിയാവോ, ഞാനൊരു ഇന്റർവ്യൂവിന് പോവുക. അയ്യോ, ഞാനിപ്പോ പോലീസിനെ വിളിക്കും. അയ്യോ ചേട്ടാ, അങ്ങനെ എന്ത് ചെയ്യല്ലേ? ഞാനിപ്പോ വിളിക്കും. അയ്യോ ചേട്ടാ, ഞാൻ എറിഞ്ഞ അവര് പറഞ്ഞിട്ടാ. അവരെ കാണുന്നില്ലല്ലോ. ചേട്ടാ, അവരിവിടെ നിപ്പുണ്ടായിരുന്നു. അവരെ കാണുന്നില്ല. നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. മനപ്പൂർവ്വം എന്റെ ജോലി കളയാൻ വേണ്ടി തന്നെ നിങ്ങൾ ശ്രമിച്ചത്. ഞാനിപ്പോ എന്തായാലും പോലീസിനെ വിളിക്കും. അയ്യോ ചേട്ടാ, പ്ലീസ് അങ്ങനെ ചെയ്യരുത്. സത്യമായിട്ട് ഇല്ല, ഞാനിപ്പോ പോലീസിനെ വിളിക്കും. എനിക്ക് ആകെ കിട്ടിയ ജോലിയാ. ഞാനിനി എങ്ങനെ ഇന്റർവ്യൂവിന് പോകും? ഇന്റർവ്യൂവിന് പോകാനാണ് സമയമായി. ചേട്ടാ, ഞാൻ വേറെ ഡ്രസ്സ് വാങ്ങിച്ചു തരാം. അതിനിവിടെ അടുത്ത് കടയൊന്നുമില്ല. എനിക്ക് ഇന്റർവ്യൂവിനാണ് സമയമായി. ഒരു കാര്യം ചെയ്യ്, 2000 രൂപ എടുക്കും. അയ്യോ, അത്രയൊന്നും എൻ്റെ കയ്യിലില്ല. അത് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ച് അവരെങ്ങനെ വന്നാൽ നിങ്ങൾ എനിക്ക് 10000 രൂപ തരേണ്ടി വരും. അങ്ങനത്തെ പണിയല്ലേ നിങ്ങൾ എനിക്കിട്ട് കാണിച്ചത്? അയ്യോ ചേട്ടാ. അല്ല, കയ്യിൽ എത്ര ഉണ്ട്? ചേട്ടാ, എൻ്റെ കയ്യിലൊരു 1000 രൂപ ഉണ്ടാവും. 1000 രൂപ ഇങ്ങോട്ട്. ബാക്കി എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യും. ചേട്ടാ, അവരെന്നെ പറ്റിച്ചതാണ്. അതിന് അവരല്ലല്ലോ എൻ്റെ കയ്യത്ത് ഉള്ളൊഴിച്ചത്, നിങ്ങളല്ലേ? ചേട്ടാ, ഞാനിപ്പോൾ തന്നെ അയച്ചു തരാം. കയറി രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങിക്കോളും. എത്തിയോ? എത്ര കിട്ടി? 2000 കിട്ടി. 1000 കൈ കിട്ടി, 1000 അക്കൗണ്ട് കിട്ടി. അവളുടെ അക്കൗണ്ട് കാലിയാക്കിയിട്ടുണ്ട്. അത് മതി, ഉള്ളതാട്ടെ. ഇനി നമുക്ക് ആ സൈഡിലേക്ക് പോവാം.